അതിനെന്താ ചില എടുത്ത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ അവിടെ സഭയെക്കുറിച്ച് ചില കാര്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 41 തൊട്ട് വായിക്കുമ്പോൾ ആരെങ്കിലും 41 തൊട്ട് 47 വരെ വായിക്കാമോ? അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരിൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വെച്ച് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ആ പുതിയ നിയമത്തിൻ്റെ സഭയുടെ ആരംഭം കാലങ്ങളാണ് അവിടെ നമുക്കിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. 41-ാം വാക്യത്തിൽ അവൻ്റെ വാക്ക് കൊണ്ടവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേര് അവരോട് ചേർന്നു. അപ്പോൾ ഒരു പ്രസംഗത്തിലും ഒരു പ്രാവശ്യം സന്ദേശം കേട്ടപ്പോഴും കർത്താവിനെ റെഡിയായിട്ട് സ്വീകരിച്ച ഒരു വലിയ ജനക്കൂട്ടം 3000 പേര്. അവർ 3000 പേര് കർത്താവിൻ്റെ വചനം കേട്ട് അവർ സ്നാനം പറ്റുന്നുകൂടാ പറയുന്നത്. അവിടെ ആ വചനം കേട്ട് കുറേ നാളുകൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ വചനം കേട്ടപ്പോൾ അത് മുഴുവനായിട്ട് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവിനെ വചനം ആർക്കെങ്കിലും നമ്മൾ കർത്താവിൻ്റെ വചനം മനസ്സിലാക്കി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് അവർ എന്ത് ചെയ്യണം? കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ മക്കളായി തീർക്കുകയും ഉടനെ സ്നാനപ്പെടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഒരാൾ കർത്താവിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അനുദപിച്ച് കർത്താവിൻ്റെ രക്ഷകനെന്നും അപ്പോൾ ഒരു മാനസാന്തരം വേണം. അനുദപിച്ച് കർത്താവിനോട് ക്ഷമ ചോദിക്കുകയും കർത്താവിനെ ഉള്ളിൽ സ്വീകരിച്ച് കർത്താവെ അങ്ങ് രക്ഷകനും കർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് ആരൊക്കെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നോ ആ വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് അത് വിശ്വസിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാൽ അവർ മുദ്രയിടുക ചെയ്യപ്പെടുന്നു. എഫേസ്യർ 1:13 അത് കാണാം. എഫേസ്യർ 1:13 വായിക്കാമോ? 2 കൊരിന്ത്യർ 1 ഒരു വാക്യം കൂടെ അവിടെ ഉണ്ട്. 2 കൊരിന്ത്യർ 1 ഭാഗത്തിൽ 2 സ്ഥലത്തും അത് കാണുന്നുണ്ട്. എഫേസ്യർ 1:13 വായിക്കാമോ? അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ഒരാൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ തന്നെ അവൻ രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൽ മുദ്രയിടുക ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 1:22-ലും 21-ലും അതുകൊണ്ട് അത് നമ്മൾ വീണ്ടും അതും വായിക്കേണ്ട. 2 കൊരിന്ത്യർ 1:22-23 വായിച്ചാൽ അവിടെ ഉണ്ട്. ഇത് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഒരു ആൾ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് ഇതിൻ്റെ അടയാളമായിട്ടാ മുദ്രയിടുമെന്ന് അർത്ഥം ദൈവത്തിൻ്റെ വകയാണ് എന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ അയച്ച് അവരെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി തീർന്നു എന്നുള്ള അടയാളമാണ് അവിടെ കാണുന്നത്. ഇത് പുറമേ കാണിക്കുന്നതാ സ്നാനപ്പെടുക എന്ന് പറയുന്നത്. ഞാൻ കർത്താവിനെ മകനായി തീർന്നു മകളായി തീർന്നു എന്ന് പുറമേ കാണിക്കുന്നത്. അതാ ഇവിടെ കാണുന്നത്. അന്ന് കർത്താവിൻ്റെ വചനം അവർ സ്വീകരിക്കുകയും
അവരെ സ്നാനപ്പെടുകയും ചെയ്തു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം. ഇതുവരെ കർത്താവില്ലാത്തൊരു ജനം, ഇതുവരെ ഇരുളിൽ കിടന്നൊരു ജനം കർത്താവിനെ, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ വകയായിട്ട് ഞാൻ ഇന്ന് തൊട്ട് ജീവിക്കാന്നുള്ള എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമായ തീരുമാനം. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിന്നോ അല്ലെങ്കിൽ വേറെ എന്തോ പേരെടുത്താലും ഞാനൊരു ദൈവദാസന്റെ മകനാണോ മകളാണോ ഒന്നുമല്ല അതിൻ്റെ കർത്താവിൻ്റെ മക്കളാകുന്നതിൻ്റെ അടിസ്ഥാനം. പിന്നെന്തുവാ? ഓരോരുത്തരും സ്വന്തമായിട്ട് എൻ്റെ ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കി, യേശു കർത്താവ് എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്നു, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് വന്ന് മരിച്ചത് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാൻ നിത്യ ശിക്ഷാവിധിക്ക് ഞാൻ പോകേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്, എന്നെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് കർത്താവ് വന്നെന്ന് വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവിനെ അനുഗമിക്കും. കർത്താവിനോട് നിലവിളിച്ച്, കർത്താവെ അനുദപിച്ച്, കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ, കർത്താവ് നീ എനിക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ചാൽ കർത്താവ് അവർക്ക് ക്ഷമിക്കുകയും കർത്താവ് അവരുടെ മക്കളായി അവരെ സ്വീകരിക്കുകയും ചെയ്യും. ആ മക്കളായി ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നെല്ലാം പറയുന്നത്. ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായിത്തീരും. ഈ കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളുമെല്ലാം സഭയുടെ അംഗങ്ങളായിത്തീരും. ഏത് സഭ? അതാത് പ്രാദേശിക സഭകളുടെ അംഗങ്ങളായിത്തീരും. അത് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. അതിൻ്റെ നിയമം, കർത്താവ് പറഞ്ഞിരിക്കുന്ന നിയമം. അന്ന് ആ കാലത്ത് അത് തന്നെയാണ് ചെയ്തത്. ബട്ട് ഈ കാലത്ത് എന്തിനാ കുറേ നാളുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കുറേ നാൾ കഴിച്ചിട്ട് നമ്മൾ സ്നാനപ്പെടുന്നത് എന്താ കാരണം? ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പലരും ക്രിസ്തീയ പശ്ചാത്തലത്തിലെല്ലാം വന്ന് ഏറ്റുപറയും. ശരിക്കും ആ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിന് അതിൻ്റെ തെളിവ് ഒന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആക്ച്വലി വചനപ്രകാരം അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കാണും. എന്താ മാറ്റം? അവൻ്റെ ചിന്താഗതിയിലും അവൻ്റെ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ആത്മാവാൽ നമ്മളിൽ ഇടപെടുമ്പോൾ നമ്മുടെ സ്വഭാവം തന്നെ മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ നമ്മൾ എന്താ അർത്ഥം? രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്വഭാവം മാറുന്നതാണ് അതിൻ്റെ അടയാളം. ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ചിന്താഗതിയിലും വ്യത്യാസങ്ങൾ ഒന്നും വന്നില്ലെങ്കിൽ അവർ തന്നെത്താനെ അവർ ചിന്തിക്കണം, അവർക്ക് യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ. അപ്പോൾ അവരുടെ ചിന്താഗതിയിലും അവരുടെ കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങും. ഒരു കുഞ്ഞിന് ജീവൻ തുടങ്ങിയ ഉടനെ എന്താകും? അതിന് പാലിന് കറയും ഇല്ലേ? കുഞ്ഞ് ജീവൻ ഉണ്ടെങ്കിൽ പാലിന്, ജീവൻ ഇല്ലെങ്കിലോ പാലിന് കറയത്ത്. എന്തോ നമ്മുടെ ആത്മീയ പാൽ എന്തോ ജനിച്ചൊരു കുഞ്ഞിന് വചനം വായിക്കാനും കൂട്ടായ്മകൾ കൂടാനും ദൈവത്തിൻ്റെ മക്കളുടെ കൂട്ടായ്മയെ ആഗ്രഹിക്കുകയും വളരാനുള്ള ആഗ്രഹവും വെമ്പലും കാണും. ഇതാ അടയാളം. ആ കുഞ്ഞിൻ്റെ ചലനം അവിടെ കാണും. ഇവിടെ ആ കുഞ്ഞിന് ആഹാരം കൊടുക്കാതെ അപ്പോൾ ആഹാരം വരുന്ന ആ കുഞ്ഞിന് നമ്മൾ ആഹാരം കൊടുക്കണ്ടേ? അവരെ ജനിപ്പിച്ച മാതാപിതാക്കന്മാർക്ക്. അപ്പോൾ ഈ സഭയിലാകുമ്പോൾ നമ്മൾ അവർക്ക് ആരെങ്കിലും രക്ഷയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയതായ ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സാം ബ്രദർ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? അല്ലെങ്കിൽ ബിന സൗരി ഐവി സൗരി പ്രാർത്ഥിച്ചോട്ടെ, നമ്മളൊക്കെയും താങ്ങണം. നമ്മളെല്ലാവരും ആ കൂട്ടായ്മയിൽ ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പുതിയതായിട്ട് കുഞ്ഞിനെല്ലാം ഏറെ നമ്മൾ സംരക്ഷണം ആവശ്യമുണ്ട്. ഒരു വളർന്ന ഒരു കുഞ്ഞിന് 10-15 വയസ്സിലുള്ള കുഞ്ഞിന് ചിലപ്പോൾ നമുക്ക് അത്രയും അവർ തന്നെ നിൽക്കാനുള്ള പ്രാപ്തിയായി. ബട്ട് കുഞ്ഞ് വളർന്നു വന്ന് അവർ പ്രതിസന്ധികൾ കൂടെ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, കായംകുളം സിസ്റ്റേഴ്സിനെ കുറിച്ചെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചുമ്മാ പറയുന്നില്ല, നമ്മളുടെ പ്രാർത്ഥനയുടെ ശക്തി വളരെ ആവശ്യമുണ്ട്. അവർ വളരെ വലിയ പ്രതിസന്ധികൾ കൂടെ പോകുന്നു. എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനെ അറിഞ്ഞു വരുമ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കണം. ബിക്കോസ് അവർ നേരിടുന്ന എതിർപ്പുകൾ വളരെ കൂടുതൽ. ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജ് ഡേയ്സും സ്കൂൾ ഡേയ്സിലെല്ലാം വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ടായിരുന്നു അറിയാം. നമ്മൾ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും പറയല്ല, കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല, അതിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് പല പല പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് അവരുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴെല്ലാം അവർക്കും വളരെ ആശയങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് മുതിർന്ന ദൈവമക്കൾ ഓരോരുത്തരും അന്യോന്യം
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പുതിയ വിശ്വാസികൾക്ക് വേണ്ടിയും ഏറെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ വിശ്വാസ കൂട്ടം ഒരുമിച്ച് നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. അവർ ഒരുമിച്ചായിരുന്നു, അവർ എല്ലാ ദിവസവും കൂടിയിരുന്നു. ആലോചിച്ച് നോക്കണേ, നമ്മൾ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം അല്ലേ നമ്മൾ കൂടാൻ, അങ്ങനെ എല്ലാവരും തിരക്കുമെല്ലാം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കൂടാൻ നമുക്ക് സൗകര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് നമുക്ക് കൂടാതിരിക്കുന്നത്. ബട്ട് കൂടാൻ പറ്റുമെങ്കിൽ ഏറെ നല്ലത്. എല്ലാ ദിവസവും വീടുകളോറും പോയി അവർ അപ്പം നുറുക്കുകയും ചെയ്തു. നമ്മൾ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം അപ്പം നുറുക്കുക. ബിക്കോസ് പിന്നിൽ നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന ആഴ്ചവട്ടത്തിൻ്റെ ആരംഭം ആദ്യത്തെ ദിവസം അവർ അപ്പം നുറുക്കാൻ കൂടി. അവർ ആരംഭത്തിൽ അത്ര തീഷ്ണതയായിരുന്നു. വീടുകളോറും പോയി അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പറഞ്ഞാൽ ആ സമയത്ത് എഴുതപ്പെട്ട വചനമൊന്നും തന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 സുവിശേഷങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്. ആ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർ വചനം കേൾക്കുകയും ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൽ അവർ പറഞ്ഞു കയറിയ സത്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ ജനങ്ങൾ ഓടി വരുവാർ. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം പഠിപ്പിക്കാനും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനകത്ത് അതേ രീതിയിൽ നമ്മളും ഓരോ ദിവസം ഉൾക്കൊള്ളണ്ടേ. നമ്മൾ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഇത് വചനം നമുക്കത് ഡിവൈഡ് ചെയ്ത് തരുമ്പോൾ നമ്മളത് കേൾക്കാൻ ദൈവമക്കൾ തയ്യാറായിരിക്കണം. അപ്പോഴുണ്ടായിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. എന്തിനാ ദൈവം നമ്മൾ എഴുതി നമുക്ക് തന്നിരിക്കുന്നത്? ഈ വചനം ഓരോ ദിവസവും നമ്മൾ കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന, ഇതൊരു മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവം സംസാരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ദൈവം സംസാരിക്കാൻ നമ്മൾക്ക് അവസരം ഒരു സഭയെന്ന് പറയുമ്പോൾ ആ സഭയുടെ മീറ്റിംഗ്സ്, പ്രത്യേകിച്ച് അതിൻ്റെ അംഗങ്ങൾക്ക് ഓരോരുത്തരെയും അതാത് സഭകളിലെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ആ സഭകളിലോട് ആ സഭയുടെ അവയവങ്ങളായിട്ടാണ് കർത്താവ് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സഭയുടെ ഓരോ ആ കൂടിവരവിനെ ആ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ലീഡർഷിപ്പ് മുഖാന്തരം അവിടെ വിഭജിച്ച് കൊടുക്കുന്ന വചനം കേൾക്കാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് സമയമെടുത്ത് വരണം. ബിക്കോസ് അവർക്ക് വേണ്ടി എടുക്കുന്ന സമയങ്ങളാണ്. പല സമയത്തും ബൈബിൾ സ്റ്റഡി ടൈംസ് നമുക്കുണ്ട്. ഈ സമയത്ത് കുറേ കൂടെ എളുപ്പമാക്കി നമ്മൾ ബൈബിൾ സ്റ്റഡി ടൈംസ് സൂമിൽ വരെ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ കുറച്ച് നാൾ മാത്രം നമ്മൾ നിർത്തി വെച്ചിട്ടുള്ളൂ. ബിക്കോസ് ഈ 5-6 ആഴ്ചകൾ നമ്മൾ എല്ലാവരും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാ ലീഡേഴ്സും പലരും തിരക്കായതുകൊണ്ട് ഈ മീറ്റിംഗ്സ്, ഈവനിങ് മീറ്റിംഗ്സ് വരുന്നുണ്ട്. പിന്നെയും തേഴ്സ്ഡേ വരാൻ അവർക്ക് സാഹചര്യം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബൈബിൾ സ്റ്റഡി നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാലത്ത് എല്ലാ തേഴ്സ്ഡേയ്സും നമ്മൾ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയിൽ ആരൊക്കെ വരണം? എല്ലാ ദൈവമക്കളും വരണം. അങ്ങനെ വന്ന് വചനം കേൾക്കാൻ അയ്യോ എനിക്ക് വളരെ തിരക്കാ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാവർക്കും തിരക്കുണ്ട്. ഈ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ദൈവവചനം കേൾക്കാൻ ദൈവസാന്നിധ്യത്തിൽ. ഏറ്റവും ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതിൻ്റെ പുറയിലെ ബാക്കിയൊക്കെയും തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവമക്കളോട് ഒരു കൂട്ടായ്മ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ വന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വി ആർ ഗിവിങ് ദ സെക്കൻഡ് പ്ലേസ്. കർത്താവിന് 2ാമത്തെ സ്ഥാനമാണ് കൊടുത്തത്. കർത്താവ് എന്തോ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തിൻ്റെ സ്ഥാനം. ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ബാക്കി ഒക്കെയും തരാമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തം. അപ്പോൾ ആദ്യം കർത്താവിന് സ്ഥാനം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ബാക്കി ഒക്കെയും നമുക്ക് തന്നെ ദൈവം അത് അനുഗ്രഹിച്ച് തരും. പല സമയത്തും നമ്മൾ ഓടി നടക്കുക, നമ്മുടെ ആവശ്യങ്ങൾ വേണ്ടി ഓടി നടക്കുമ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ വിഷമിച്ച് പോവുക. പ്രിയപ്പെട്ട നമ്മുടെ ഓട്ടങ്ങളെല്ലാം കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങൾ എടുക്കുന്നുണ്ട്. ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം. എങ്ങനെ? മത്തായി 11:28 എന്തോ പറയുന്നത്? All those who are weary and heavy laden, come unto me, I will give you rest. മലയാളത്തിൽ എങ്ങനെ പറയുന്നത്? അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നതും. ഇവരെല്ലാം അധ്വാനം ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരമില്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അവർ എൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞത് കർത്താവ്. ഈ ഭാരം എൻ്റെ അടുത്ത് വരാൻ ഞാൻ നിനക്ക് ആശ്വാസം തരാൻ പിന്നെയും ഭാരം ചുമത്തേണ്ട ആവശ്യമുണ്ടോ? കർത്താവിൻ്റെ തോളിൽ ഇടുക. പിന്നെ കർത്താവിൻ്റെ തോളിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഓടേണ്ട ആവശ്യം. ഓടേണ്ട മീൻസ് നമ്മൾ കർത്താവ് പറയുന്ന രീതിയിൽ ഓടിയാൽ മതി.
നമ്മൾ ഇഷ്ടം ചിന്തിക്കുന്ന രീതിയിൽ ദയവായിട്ട് പ്രിയ ദൈവമക്കളെ ഓടരുത്. കർത്താവ് ഓടുകയും നമ്മൾ ഓടേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് കർത്താവ് ഓടണം, അല്ലെങ്കിൽ നമ്മൾ ഓടണം. അതുകൊണ്ട് ഭാരം ചുമക്കും. നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം ഭാരം, നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഭാരമോ ബിസിനസ്സിനെ കുറിച്ചുള്ള ഭാരമോ ആത്മീയമായിട്ടുള്ള ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾ കർത്താവിന്റെ തോളിൽ അതിടുക. കാസ്റ്റ് എ ബർഡൻ upon the Lord. 1 Petrus 5:7. കാസ്റ്റ് എ ബർഡൻ upon the Lord and he will sustain you. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരം മുഴുവൻ കർത്താവിന്റെ തോളിൽ ഇട്ടിട്ട് വിശ്രമിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, മധു സൗറിനെയും ശ്യാമള സൗറിനെയും ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ ഉണർന്നിരുന്ന് കേൾക്കാനും കൂടെയാണ്. നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ ഭാരമുള്ളവർക്ക് ആരാ ഇല്ലാത്ത ഇതുപോലെ തന്നെ ഭാരമുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമുണ്ട്, പല പല പ്രശ്നം ക്ലേശങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാരങ്ങൾ ആരുടെ മേൽ വെക്കണം? പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ തോളിലിടണം. പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് അനുഭവസ്ഥരായിട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും യെസ് പറയാം. തീർച്ചയായിട്ടും കർത്താവ് ഇത് തന്നെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്താ ചെയ്യണം? ആദ്യം ഈ ഭാരം കർത്താവിന്റെ തോളിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇഷ്ടം പോലെ ജീവിക്കാനല്ല, ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട്, നമ്മൾ ദൈവം പറയുന്ന അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കും പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ ഇവിടെ സംഭവിച്ച എന്താ പറ്റുന്നത്? ഇവിടെ അവര് 42-ാം വാക്യത്തിൽ പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ ആ കാലത്ത് മാത്രമല്ല അപ്പോസ്തലന്മാരുടെ ഉപദേശം ആവശ്യമുണ്ട്. നമ്മൾ ഈ കാലത്തും ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ അവിടുന്ന് ഇവിടുന്നെല്ലാം പറന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ദൈവത്തിന്റെ വചനം എന്തുവാ കൃത്യമായിട്ട് പറയുന്നല്ല ഒരു ആശയം മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവർ പറയുന്നതൊക്കെ കേൾക്കാനല്ല, അത് നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനത്തിൽ പോയി എടുത്ത് വായിച്ച് നമ്മൾ തന്നെ പരിശോധിക്കണം. കർത്താവിന് ആ പ്രാർത്ഥനയോട് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് ദൈവാത്മാവൊക്കെ വ്യക്തമാക്കി തരുമെന്നുള്ള കാര്യം. അപ്പോൾ അവരെന്ത് ചെയ്തു? ഡിവോട്ടിങ് ദംസെൽസ്, ദേ കണ്ടിന്യൂലി ഡിവോട്ട്. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ ചുമ്മാ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എല്ലാം വായിച്ചത് കേട്ടത്. അവരെന്തോ ചെയ്തു? ആ അപ്പോസ്തലന്മാരുടെ വചനം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു. എന്തോ ഈ കൂട്ടായ്മ ആചരിക്കുക? ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ എന്തെല്ലാം ഉപദേശം കേൾക്കാൻ വരാം, അപ്പം നുറുക്കാൻ വരുന്നുണ്ട്, അതേ കുടിവരവുകളുണ്ട്, ദൈവത്തെ സ്തുതിക്കാനുള്ള സമയം എടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാനും സമയം എടുക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയുടെ അനുഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് വരേണ്ട ആവശ്യമുണ്ട്. ഒരുമിച്ച് വന്ന് ദൈവമക്കളുടെ അവിടെ ചെയ്ത് അവർ വീടുകൾ തോറും ആഹാരം കൂടെ കഴിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ആഹാരം കൂടെ കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കിട്ടുമ്പോൾ സന്ദർഭങ്ങളെല്ലാം ദൈവമക്കൾ അന്യോന്യം അവരുടെ വീടുകളിൽ ഇപ്പം നമ്മൾ കുറേ നാൾക്ക് പ്രാർത്ഥനയോഗങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും. എന്താ കാരണം? നമ്മൾ ഒരു ചെറിയ ചേഞ്ച് വെച്ചതേ ഉള്ളൂ. വീണ്ടും നമ്മൾ വീട്ടിലെ പ്രാർത്ഥനയോഗങ്ങൾ വെച്ച് ആ വീട്ടിൽ കൂടെ ഇത് നമുക്ക് ആചരിക്കാം. ആ കാലത്ത് വീടുകൾ തോറും നമ്മൾ ആഹാരം കൊടുത്ത് തന്നെ അവർ കൂട്ടായ്മ അനുഭവിച്ചു. അവർ ഏക മനസ്സോടെ ഈ ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു സഭയുടെ ശരീരം എന്ന് കർത്താവ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുമ്പോൾ ഒരു കർത്താവായ യേശു ക്രിസ്തു തലയും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഒരു അവയവം കൂടെ ആ തല പറയുന്നത് അപ്പുറം ഒന്നും ചെയ്യത്തില്ല. ആ ഫുൾ കോർഡിനേഷൻ, ഒരേ യൂണിറ്റിയില്ല, ഏക മനസ്സോടെ. അപ്പൊ ഒരു ശരീരത്തിന്റെ അവയവമാകുമ്പോൾ ഒരു മെമ്പർ കൂടെ തന്നെത്താനെ ഒന്നും ചെയ്യാൻ ചിന്തിക്കത്തില്ല. ആ തല പറയുന്ന അനുസരിച്ച് എല്ലാം നിയന്ത്രണത്തോടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഈ ഒരു പർട്ടിക്കുലർ മെമ്പർ, ഈ പർട്ടിക്കുലർ വിരൽ വേറെ രീതിയിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയ അതിന്റെ അർത്ഥം എന്തുവാ? അതിന് ക്യാൻസർ ആയിരിക്കും അല്ലേ? അതിന് കോർഡിനേഷനിലല്ല, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, വ്യാധിയായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ ബാക്കി എല്ലാ അവയവങ്ങളെ അതിനെക്കുറിച്ച് കരുതലായി അത് ശരിയാക്കി എടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയ നിലയിൽ ഇത് ഓഫ് ചെയ്ത AC ഞാൻ വിട്ടോട്ടെ, ചൂട്. ആത്മീയ നിലയിൽ നമ്മളെ
കർത്താവിനെ സേവിക്കുന്ന ജനക്കൂട്ടം, ദൈവജനം ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഒരേ രീതിയിൽ വെച്ച് ഒരേ ഏക മനസ്സിൽ നമ്മൾ ആ ശരീരത്തെ വളർത്തിക്കൊണ്ടുവരാനാണ്, നമ്മൾ കൂടെ ഇരുന്ന് വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരാൾ കൂടെ അത് വിരുദ്ധമായിട്ട് ശരീരത്തിന്റെ അവയവത്തിന്റെ വിരുദ്ധമായിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കാൻ നമുക്ക് പോകരുത് പ്രിയപ്പെട്ടവരെ. അവിടെ ഏതെങ്കിലും ഒരു ചിന്ത അങ്ങനെ വന്നെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് എന്തോ പ്രശ്നമെന്ന് കൊണ്ട് നമ്മളത് കൈകാര്യം ചെയ്യാൻ ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു അവയം തുടർന്ന് ആരെങ്കിലും ഏതെങ്കിലും അവയങ്ങൾ വിരുദ്ധമായിട്ട് ചെയ്താൽ ആ സഭയ്ക്ക് അത് ദോഷം ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ആ ക്യാൻസർ വരുന്ന പോലെ തന്നെ ആരാ നമുക്ക് സഭയ്ക്ക് എതിരായിട്ട് ആരെങ്കിലും ഈ ഒരു അവയം പ്രവർത്തിച്ചാൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അവർ പ്രാർത്ഥനയിൽ അവർ വഹിക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ആ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാനും അത് നമുക്ക് ചെയ്യാൻ സഹായിക്കണം. ഒരു ലോക്കൽ ചർച്ചിന്റെ മെമ്പറായ ഒരു മെമ്പർ ആയാൽ ആ ലോക്കൽ ചർച്ചിന്റെ പാർട്ടായിരിക്കുമ്പോൾ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നമ്മൾ പല കാര്യങ്ങളും പ്രാദേശികമായിട്ടുള്ള ഉദാഹരണങ്ങൾ കൂടെ പറയും. നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പോകുമ്പോൾ അവര് ആ ചർച്ചിനോടും കൂടെ അത് പറഞ്ഞ് അവരെയും കൂടെ ബോധിപ്പിച്ച് നമ്മൾ ഏത് പുതിയ മിനിസ്ട്രി എടുത്താലും ആ ഒരു സഭയായിട്ടുള്ള ആ അടുത്ത ബന്ധമായതുകൊണ്ട് ആ സഭയിലുള്ള ഉത്തരവാദിത്തമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ. ഒരു പുതിയ മിനിസ്ട്രി ആരെങ്കിലും ഒരാൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വളരെ ക്ലോസ് ഫാമിലി ആയതുകൊണ്ട് അവരുടെ അടുത്ത് പറയാം, ഞങ്ങൾക്ക് ഈ ഒരു ഭാരമുണ്ട്, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അതും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു ക്ലോസ് അടുത്തുള്ള ബന്ധങ്ങൾ കൊണ്ട് നമ്മൾ നെരുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സഭയിൽ അറിയിച്ച് സഭക്കാർക്ക് വേണ്ടി, അവർക്ക് സഭയിലുള്ളവർ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി താങ്ങുകയും ചെയ്യുന്ന ഒരു വ്യക്തി വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അവരുടെ സ്വത്തും കാര്യങ്ങളും കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യാന്ന് പറഞ്ഞ അത്ര അടുത്ത ബന്ധമായിരുന്നു. അവരുടെ സ്വത്തും സുഖങ്ങളും എല്ലാം സ്വന്തമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കപ്പെടുന്ന രീതിയിലായിരുന്ന ഉള്ള ഒരു ബന്ധമായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കണേ, നമ്മളുള്ള ദൈവമക്കളുടെ ഉള്ള ഒരു ബന്ധം. യോഹന്നാൻ സുവിശേഷം 14 വാക്യത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങളുടെ സ്നേഹം 34 തോന്നുന്നു, 14-34 കാണുന്നു, നിങ്ങളുടെ സ്നേഹം കണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് ലോകം പറയണം. നമ്മള് സഭയിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ മാത്രമല്ല നമ്മുടെ സ്നേഹം കാണിക്കുന്നത്, നമ്മൾ അതിൻ്റെ അപ്പുറം പോകുമ്പോഴും അന്യോന്യമുള്ള ബന്ധം അവിടെ നിലനിർത്തി പോകണം പ്രിയപ്പെട്ടവരെ. ആ ബന്ധം നമുക്ക് ആ ഉള്ളിലുള്ള ബന്ധം ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ അറിയിച്ച് പ്രാർത്ഥിക്കാനുള്ള ആവശ്യപ്പെടുകയും പ്രാർത്ഥിക്കുകയും അവരെ ഉൾക്കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ദൈവമക്കളും, ബിക്കോസ് വി ആർ വൺ പാർട്ട് ഓഫ് വൺ അനദർ, നമ്മൾ അന്യോന്യം ബന്ധമുള്ളവരാണ്. അപ്പോൾ ദൈവം ഒരാളെ ഒരു സഭയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സഭയിൽ തന്നെ അവർ വളരെ ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒരു ബന്ധങ്ങളെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഓരോ കാലം വീട്ടിലെ കാര്യങ്ങളായാലും ആത്മീയ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങൾ, നമ്മളിപ്പോൾ മക്കളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, ഏത് കാര്യങ്ങളായാലും സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്, തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ശുശ്രൂഷ നമ്മൾ വേറെ എവിടെയെങ്കിലും സഹായിക്കാൻ പോയാലും ഞാൻ പറയട്ടെ, നമ്മൾ സഭയ്ക്കുള്ള പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ സാധിക്കുള്ളൂ, അത് ബലവൃത്തമായി തീരുവോളും പ്രിയപ്പെട്ടവരെ. ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് എത്ര എളുപ്പമുള്ള നമ്മൾ ഇത്രയും അടുത്ത ബന്ധമുള്ള ഒരു ആൾക്കാർ സഡനായിട്ട് നമ്മൾ വേറെ സഭ പോകുക എന്ന് പറയുന്നത് വളരെ മുറിവുള്ളതും വേദനപ്രകാരമുള്ള ഒരു സംഭവങ്ങൾ. ബട്ട് അത് നല്ല സന്തോഷത്തോടെ പോകാൻ അവർക്ക് ശുശ്രൂഷ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥനയോടെ നമുക്ക് അവരെ അയക്കുകയും ചെയ്യണം. നമ്മൾ ആരെയും ഇവിടെ കെട്ടിപ്പിടിച്ച് നിർത്താനല്ലല്ലോ നമ്മൾ ദൈവമക്കൾ. അവിടെ ആദ്യകാല നൂറ്റാണ്ടുകൾ അവിടെ പൗലോസും ബർന്നബാസും അവർ ആദ്യം ജെറുസലേമിൽ പോയിട്ട് പിന്നെ ആന്റിയോക്കയിൽ പോയി അവർ അവിടെ സഭ തുടങ്ങി. ആ സഭ പിന്നെ അവിടെ ബേസായി തീർന്നു. അവിടെ നിന്ന് അവർ മിഷണറി യാത്രകളായിട്ട് പോയത്. ആ സഭയെ പലരെയും അയച്ചത്, തിമോത്തിയോസിനെയും സീലാസിനെയും ബർന്നബാസും ഇവരെല്ലാം ഒരുമിച്ച് പോയത് സഭയെ അവരെ അയച്ചത്. സ്വന്തമായിട്ട് ആരും തീരുമാനിച്ച് പോകത്തില്ല. അപ്പൊ നമ്മുടെ സഭയുടെ ആ ശരീരത്തിന്റെ അവയവമായിരിക്കുമ്പോൾ ഒരാൾ ഒരു ശുശ്രൂഷ പോകുമ്പോൾ അത് സഭയുടെ പ്രാർത്ഥനയിലും
സഭയുടെ ആഹ്വാനത്തിലും സഭയുടെ അനുഗ്രഹത്തോടും പോകുന്നതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രീതി. തന്നെ പോയി നമ്മളൊരു ശുശ്രൂഷ ആർക്കും ചെയ്യാൻ സാധിക്കും. തന്നെ ആർക്കെങ്കിലും പിന്നെ സുവിശേഷം പറയാം. ആ സുവിശേഷം പറയുന്ന കൂടെ ആരെങ്കിലും മുന്നോട്ട് വരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഭയിലുള്ളവരോട് പറയാം. അങ്ങനെ ഒരു ക്ലോസ് ഫാമിലിയാണ് നമ്മൾ. തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ നമ്മൾ തൻ്റെ മത്തായി 18 വാക്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 18-ാം അധ്യായത്തിൽ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ ആദ്യം പോയി തനിച്ചിരുന്ന് അവരോട് പറയണം, നീ ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഇത് ചെയ്യരുത്. പിന്നെ അത് കേട്ടില്ലെങ്കിൽ 2 പേരെ കൊണ്ടുപോയി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 18-ന്റെ ഭാഗങ്ങൾ നമ്മൾ കാണാം. 18-ന്റെ 15-ലുണ്ട്. 2 പേര് 3 പേര് പോയി അവരെ നിർദ്ദേശിച്ച് അത് ചെയ്ത് കേട്ടില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നമ്മൾ സഭയിൽ പൊതുവായിട്ട് അവരെ കറക്റ്റ് ചെയ്യണം. ബിക്കോസ് തെറ്റ് വെച്ചിട്ട് നമുക്കവിടെ സഭയിലെ ഒരു വ്യക്തിയെ, ഒരു വിശ്വാസി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അത് നമ്മൾ ദോഷം ചെയ്യും. പൗലോസ് അപ്പോസ്തലൻ തന്നെ 1 കൊരിന്ത്യർ 5:13 പറയുന്നത്, ഒരു ലിറ്റിൽ ലീവനത്ത് എൻറ്റയർ ലാവ്. ഇച്ചിരി പുളിപ്പ് ഒരു മുഴുവൻ മാവിനെ പുളിപ്പാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ തെറ്റ് എവിടെയെങ്കിലും നമ്മൾ കണ്ടെങ്കിൽ ആരെങ്കിലും ഒരു വിശ്വാസി വേറെ വിശ്വാസി ചെയ്യുന്ന തെറ്റ് കണ്ടാൽ ഉടനെയോ ആ വിശ്വാസി ഇപ്പോൾ ഈ സാംസോറിൻ്റെ അടുത്തോ വല്ലയിടത്തും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, ഞാൻ മിണ്ടാതിരിക്കുന്ന നല്ലത്. അങ്ങനെയാണോ? കണ്ടാൽ ആരെയും ചൂണ്ടിക്കാണിക്കാനോ ആരോപണം പറയാനല്ല വരുന്നത്. ഉത്തരവാദിത്തമുള്ളവരോട് അതൊന്ന് പറയണം. എവിടെയെങ്കിലും ഒരു തെറ്റ് സംബന്ധിച്ചിട്ട് അവരെ കുറിച്ച് കുറ്റം പറയാനല്ല, അവരെ നേരാക്കാൻ ഉത്തരവാദിത്തമുള്ളവരോട് ഒന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സമയത്ത് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ആ തെറ്റ് വളർന്ന് വന്ന് ഭയങ്കര പ്രയാസമാവും. പിന്നെ നമ്മൾ തിരുത്താൻ പറ്റാത്ത നിലയിലായി തരും. അത് നമ്മുടെ കൂട്ടായ്മയും സാക്ഷിയും ദൈവനാമത്തെ തന്നെ അത് ദൂഷിച്ചിരിക്കുന്ന രീതിയിൽ ബാധിക്കുന്ന രീതിയിലായിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഏത് ദൈവമക്കളെയും ഏതെങ്കിലും തെറ്റായ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ നേരിട്ട് പോയി നിങ്ങൾക്ക് പറയാം. സഭയിൽ ഉത്തരവാദിത്തങ്ങളുള്ളവരുടെ എല്ലായിടത്തും പറയണില്ല, അറ്റ്ലീസ്റ്റ് ഒരാളുടെടുത്തെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരാളടുത്ത് പറയണം. പറഞ്ഞാൽ ആ വ്യക്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പ്രവർത്തിക്കും. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, അന്യോന്യം നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പലരും കേട്ടിട്ടുണ്ട്, നീ എന്താ നേരത്തെ പറയാതെ? അയ്യോ, ഞാൻ പറഞ്ഞാൽ പിന്നെ അവർ പറയും, ഞങ്ങൾ പറഞ്ഞെന്ന് വരും. ഒരിക്കലുമല്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സ്വന്തം സഹോദരനോ തെറ്റിൽ വന്നാൽ വീട്ടിലെ അപ്പനോ അമ്മയുടെ അടുത്ത് പറയുന്നത് ഡെഫിനറ്റായിട്ട് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കുഞ്ഞിനെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് അപ്പനോട് അല്ലെങ്കിൽ അമ്മയോട് പറയാതിരുന്നാൽ ആ കുഞ്ഞ് ആ തെറ്റിൽ വളർന്ന് വരുമ്പോൾ എന്ത് പറ്റും? പിന്നെ തിരുത്താൻ പറ്റാത്ത സാഹചര്യമായി തീരും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഉത്തരവാദിത്തമുള്ള ഒരു ബന്ധത്തിലാണ് നമ്മൾ സഭയായിട്ടും നമ്മൾ ലോക്കൽ ചേർച്ചസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളിരിക്കുന്നത്. അത് ഏത് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളായാലും നമ്മൾ സഭയുടെ ഒരു കോൺഫിഡൻസിലെടുത്ത് മാത്രമേ അത് ചെയ്യാവൂ. ആദ്യം ലോക്കൽ ചർച്ചിന് ആദ്യത്തെ പ്രയോറിറ്റി നമുക്ക്. ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം. ലോക്കൽ ചർച്ച് ടേക്ക് ഇൻ ടു കോൺഫിഡൻസ്. ലെറ്റ് ദ ലോക്കൽ ചർച്ച് പ്രേ ഫോർ യു ആൻഡ് ഡു ഓൾ ദ മിനിസ്ട്രീസ്. അത് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന്റെ വേദിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അവിടെ എന്ത് പറ്റി, അവിടെ എന്ത് സംഭവിച്ചു? അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളും ഫെലോഷിപ്പ്, അവര് അപ്പം നിൽക്കലും പ്രാർത്ഥനയും. എന്തോ ഈ പ്രാർത്ഥന? നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന, അന്യോന്യം നമുക്ക് വേണ്ടി താങ്ങുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് തനിച്ചിരുന്ന പ്രാർത്ഥനയെ പോലെ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവകൃപയാൽ നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കൂടാൻ പറ്റുന്നവർക്കെല്ലാം നമുക്ക് കൂടാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സമയം കിട്ടില്ലെങ്കിൽ അരമണിക്കൂർ എല്ലാ ദിവസവും നമ്മൾ ചെലവഴിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. ഓൺലൈൻ ഒരുമിച്ച് വരാൻ തന്നെ പറ്റിയില്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ ഉണ്ട്. അത് എടുത്ത് ഉപയോഗിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഒരാൾ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, നമ്മളും ചേർന്ന് പ്രാർത്ഥിക്കാം. ബൈബിൾ വചനം പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് വചനം കേൾക്കണം. തീർച്ചയായിട്ടും വചനം കേൾക്കാൻ വരും. എസ്പെഷ്യലി പുതിയ വിശ്വാസികൾക്ക് നമ്മൾ കാലത്തും വൈകുന്നേരം കൂടാനുള്ള അവസരങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും വരാൻ നിർബന്ധമല്ല. ബട്ട് പുതിയതായിട്ടുള്ള വിശ്വാസികൾക്ക് വരാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സമയം. അതുകൊണ്ട് ഇപ്പം നമുക്ക് പുതിയതായിട്ട് മാത്രമല്ല, പഴയ ആൾക്കാർക്കും വചനം തന്നെയാണ്. അവർ കൂടി വന്ന് വചനം കേൾക്കാം, വായിക്കാം, ധ്യാനിക്കാം. അത് രാവിലെ വൈകുന്നേരം കൂടെ അത് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചർച്ചിൽ കൊടുക്കുന്നുണ്ട്.
എല്ലാ ദിവസവും കാലത്ത് കൊടുക്കുന്നുണ്ട്. അത് മറ്റവർക്കുള്ളതാ എന്ന് ചിന്തിച്ചെന്ന് മാറ്റിക്കളെ. ദൈവവചനം നമ്മൾ ആരായുമ്പോൾ, ദൈവവചനം നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് എത്രമാത്രം കഴിക്കുന്നോ, എത്രമാത്രം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നോ, അതിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ആ ജീവിതങ്ങളിൽ വരുമെന്നുള്ള ഒരു സംശയമില്ല. നമ്മുടെ പലരുടെ ജീവിതത്തിൻ്റെ പരാജയം നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ കയറി നോക്കുമ്പോൾ, അവർ ദൈവവചനത്തിനും ദൈവത്തിൻ്റെ വഴികൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കാത്തവർക്ക്, ദൈവം ഏൽപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിക്കാൻ ഏൽപ്പിക്കാത്തവരുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. ദൈവം ചെയ്യാൻ പറ്റുന്ന ജോലി ദൈവത്തെ ഏൽപ്പിക്കാതെ നമ്മൾ ചെയ്യാൻ പറ്റിയ എത്ര നാൾ ഓടാൻ പറ്റും? പ്രിയപ്പെട്ട, കർത്താവിനെ ചെയ്യേണ്ട കാര്യം കർത്താവിനെ ഏൽപ്പിക്കുക. നമുക്ക് ഓടാനുള്ള ശക്തി കർത്താവ് തരേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഓടിയിട്ട് കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറയരുത്. കർത്താവെ അങ്ങ് എൻ്റെ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പറഞ്ഞ് ആദ്യം കർത്താവെ അങ്ങയുടെ ഹിതം, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ തന്നെ എന്തോ, കർത്താവെ നിന്റെ ഹിതം ഈ ഭൂമി സ്വർഗത്തിൽ നടക്കുന്ന പോലെ ഈ ഭൂമിയിൽ നടക്കണം. അപ്പൊ കർത്താവിന്റെ ഹിതമായി ഭൂമിയിൽ നടക്കേണ്ടത് നമ്മുടെ ഹിതമല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നടക്കാനാണ് നമ്മളെ ഓരോരുത്തരും ദൈവം സ്വന്തമാണ്. ഞാൻ തീർക്കട്ടെ, സമയമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ വന്ന സംഭവത്തിന്റെ അവിടെ കണ്ടിട്ടുള്ള അവിടെ എന്തോ സംഭവിച്ചത്, ഈ അവസാന സമയം 47 വാക്യത്തിൽ അവിടെ പറയുന്നത്, അവരെന്തോ ചെയ്തു? ഓരോ ദിവസം ജനങ്ങൾ കർത്താവിനെ അറിഞ്ഞ് ദൈവസഭയോട് ചേർന്നു. ഈ സാക്ഷ്യമുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ തന്നെ അവിടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം അവരെല്ലാവരും they had favor with all people. എല്ലാരോടും അനുകൂലമായി ഇവർ തീർന്നു. അവരുടെ ജീവിതം തന്നെ അനുകൂലമായി തീർന്നു. ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജാതികളുടെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഈ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ എല്ലാവരും കൂടെ നമ്മൾ അംഗീകരിക്കുന്ന രീതിയിലായിത്തീരും. ഈ ദൈവക്കൂട്ടം, ഈ ജനക്കൂട്ടം കർത്താവിന്റെ മക്കളാണ്. ഇവർ ദൈവത്തിന്റെ മക്കൾ, ഇവരൊരു പ്രത്യേക കൂട്ടമാണ് എന്ന് പറയുന്ന രീതിയിൽ എല്ലാ ജനങ്ങളും നമ്മളെ അവർ മനസ്സ് വെളിയിൽ പറഞ്ഞില്ലെങ്കിൽ അവർ ഉള്ളിൽ അംഗീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വെളിയിൽ പറയുന്ന ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട, അവർ ഉള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കും. വെളിയിൽ പറയുന്നതല്ല വ്യത്യാസമായിരിക്കും. എനിക്കെൻ്റെ ഓർമ്മയുണ്ട്, എൻ്റെ കോളേജിൽ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര എതിർപ്പായിരുന്നു എൻ്റെ വിശ്വാസത്തിന്. ബട്ട് അവസാനം സമയങ്ങളിൽ ഞാൻ കണ്ട് ഏതാണ്ട് കാര്യം പറഞ്ഞപ്പോൾ, സാം നീ ചെയ്യുന്നത് എനിക്കറിയാം, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. ബട്ട് വലിയ എതിർപ്പായിരുന്നു. ബട്ട് ഉള്ളിൽ അവന് ബഹുമാനമുണ്ട്, ബട്ട് വെളിയിൽ എതിർപ്പ് കാട്ടിയെന്നവരാണ്. അപ്പോൾ എല്ലാ ജനങ്ങളോടും ഫേവർ ഓഫ് ഓൾ പീപ്പിൾ. മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത്. ഇങ്ങനെ ഒരു സഭ തീർച്ചയായിട്ടും വളരുന്ന സഭയായി തീരും. അപ്പൊ നമ്മുടെ ഇടയിൽ ഞാൻ സുവിശേഷം ഇവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷം യോഗം നടന്നാലേ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പോയാലേ നടക്കുന്നില്ല. നമ്മുടെ സാക്ഷ്യമുള്ള ഒരു ജീവിതം കാണുമ്പോൾ തന്നെ ദൈവമക്കളുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദൈവത്തിനെ അറിയാൻ ജനങ്ങളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ തന്നെ എന്തോ സംഭവിക്കും? ജനങ്ങൾ കർത്താവിനെ അറിയും. നമ്മളൊന്നും വലിയ സുവിശേഷ യോഗം നടത്തണമെന്നും കൂടെ ഇല്ല. അത് നമ്മൾ നടത്തേണ്ട ദൈവം ആഹ്വാനിക്കുമ്പോൾ നമ്മൾ ചെയ്യാം. പക്ഷെ സുവിശേഷം നമ്മുടെ ജീവിതം തന്നെ സുവിശേഷമായി തീരും. അവരിവിടെ പറയുന്നത്, ദിനംതോറും ജനങ്ങൾ കൂടി വരുവാൻ. ഒരിടത്ത് 3000 പേർ, അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററിലേക്ക് 5000 പേരെ കർത്താവിനെ അറിഞ്ഞത്. എങ്ങനെ? അതിന്റെ കാരണം എന്തോ? ആ സഭ, ആ ദൈവമക്കൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, ജനക്കൂട്ടങ്ങൾ കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വരുന്ന സാക്ഷ്യം നമ്മൾ കാണുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഉണരാം. നമ്മൾ കർത്താവിന് വേണ്ടി കർത്താവ് പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവവചനത്തെ സ്നേഹിക്കാം. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കേട്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഓരോ ദിവസം ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവവചനം നമ്മളെല്ലാം അറിയാമെന്ന് പറഞ്ഞല്ല, ഓരോ ദിവസം ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുക ചെയ്യും. അത് ദൈവം വരെ ഓർപ്പിക്കുന്ന സത്യങ്ങളെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, സഭാജീവിതം, നമ്മൾ മുഖാന്തരം പലരും അനുഗ്രഹിക്കപ്പെട്ട് കർത്താവിനെ അറിയാൻ മുന്നോട്ട് വരും. അവരുടെ രക്ഷയ്ക്കെല്ലാം നമ്മൾ കാരണക്കാരാണ്. അവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്.
നമ്മളെ വിളക്കുകളായിട്ടും നമ്മളെ വഴികാട്ടികളായിട്ടും കർത്താവ് നമ്മളെ വെച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മളെ മാത്രമല്ല കർത്താവ് തിരഞ്ഞെടുത്തത്, ഈ ഭൂമിയിൽ ലോകത്തെ സ്നേഹിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ലോകത്തെ സ്നേഹിക്കാൻ നമ്മളെ തിരഞ്ഞെടുത്ത് നമ്മളെ സാക്ഷികളായിട്ട് അതാത് സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ജോലി സ്ഥലങ്ങളിലും, ചിലരെ സ്കൂൾസിലും, എല്ലാ സ്ഥലങ്ങളിലും സ്റ്റുഡൻസ് ആയിട്ടും ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും നമ്മുടെ സാക്ഷികളായിട്ട് അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ദൗത്യം എന്തോന്നറിയാമോ? കർത്താവിന്റെ സാക്ഷികളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതായിരിക്കണമെങ്കിൽ നമ്മുടെ സഭയുടെ ബലവും നമ്മൾ സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. ഒരുമിച്ച് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ബോധ്യത്തോടെ നമ്മൾ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വാക്കുകൾ കേട്ട് പ്രിയപ്പെട്ടവർ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വഴിയിൽ നമ്മൾ നിൽക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട് ഒരു ഭാവി നമുക്കും തനിച്ചും സഭയ്ക്കും നമുക്ക് പലരെയും രക്ഷിക്കാനുള്ള മുഖാന്തരവും നമ്മൾ ആയിത്തീരുന്നുള്ള ഒരു സംശയമല്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ അത് അങ്ങനെയായിരുന്നു. അത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് അതൊക്കെയും അത് മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദൈവമക്കളെ, ഇപ്പോഴും നമ്മൾ സത്യങ്ങൾ ഉണർത്തുമ്പോൾ, സത്യങ്ങൾ ദൈവമോ നമ്മൾ ഓർപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ വരും ദിവസങ്ങൾ നമ്മൾ ജീവിക്കാം. നമുക്കൊരു ഉദ്ദേശം മാത്രമല്ല ജീവിതത്തിൽ. കർത്താവ് നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ച് നമ്മളെ കർത്താവിൻ്റെ മക്കളായി തീർത്തപ്പോൾ കർത്താവിന് ഒരു വലിയ ഉദ്ദേശം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതല്ല, അതിൻ്റെ വഴികളാണ് നമ്മൾ കേട്ടത്. അതെങ്ങനെ മുന്നോട്ട് പോകണമെന്നും കർത്താവ് നമുക്ക് 1 തിമോഥെയോസ് 3:15 ഒരു വാക്യമുണ്ട്. ഞാനിതൊക്കെയും പറയുന്നത് ദൈവസഭയിൽ ദൈവമക്കൾ എങ്ങനെ നടന്നുകൊള്ളണമെന്ന് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനാ എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതുന്നത്. ദൈവസഭയിൽ എങ്ങനെ ദൈവമക്കൾ നടക്കണമെന്നുള്ള ഉപദേശിക്കുക ചെയ്യുന്നത് 1 തിമോഥെയോസ് 3:15-14 പറയുന്നത്. ദൈവമക്കളെ ആ രീതിയിൽ വളരെ ദൈവവചനം പറയുന്നതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഈ വചനം കൂടെ ദൈവം അനുഗ്രഹിച്ച് വരും ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കാൻ ദൈവം ഇടയാക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങ് വലിയവനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടിയതൊക്കെയും വാഗ്ദത്തങ്ങളും ജീവിതത്തിൻ്റെ ഭക്തിക്കും എല്ലാം എഴുതി തന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ആർക്കും പറയാനില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പറയാനില്ല, എല്ലാം തന്നിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ കർത്താവെ ഇതൊന്നും എഴുതി തന്നില്ലെങ്കിൽ അവരെ കർത്താവെ ആ കാലഘട്ടങ്ങളിൽ അവർക്കെല്ലാം ഉപദേശമായിട്ട് അപ്പോസ്തലന്മാർ ഉപദേശിച്ചുകൊണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നെ എഴുതി ദൈവവചനം ഞങ്ങളുടെ കൈ തന്നിരിക്കുമ്പോൾ കർത്താവെ അതിൽ ധ്യാനിക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കുകയും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് തന്നെ ഞങ്ങളെ കേട്ട വചനങ്ങൾ മുമ്പ് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അതുപോലെ തന്നെ ജീവിക്കാൻ ഉത്തരവാദിത്വത്തോടെ വളരെ വില കൊടുത്താണല്ലോ സ്വന്തമാക്കിയത്. കർത്താവെ, ഏത് ഉദ്ദേശത്തോടെ ഞങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുത്തോ ആ ഉദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നിറവേറ്റാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. കേട്ടവർക്കെല്ലാവർക്കും അവർ മറന്നു പോകാതെ വരും ദിവസങ്ങളിൽ കർത്താവെ അവർക്ക് വേണ്ടി ചെയ്യാനുള്ള എല്ലാ കൃപകളും പരിശുദ്ധാത്മാവ് മുഖാന്തരം അവരെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. മഹത്വം എടുക്കണമേ. യേശു കർത്താവ് നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്ന പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസം കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും.